ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു. ഇന്ന് നല്ല നാടൻ ചേമ്പുകറിയും മീൻകറിയൊക്കെ ആയിട്ടുള്ള ഒരു ലഞ്ച് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെങ്ങനെ ചേമ്പുകറി ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചേമ്പും കപ്പയും കുറച്ച് എടുക്കുക. പിന്നെ അത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ഒന്ന് തിളപ്പിച്ചൂറ്റാൻ വേണ്ടി വെക്കുക. ഇതേപോലെ ഒന്ന് തിളപ്പിച്ചൂറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷം അത് വീണ്ടും ഒന്നുകൂടി വേവിക്കാൻ വെക്കണം കേട്ടോ. ആ ഒരു സമയത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ തേങ്ങയും കാന്താരിമുളകും ചെറിയുള്ളിയാണ് കേട്ടോ. ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ചേമ്പൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്തിട്ട് അത് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കുക. ആദ്യം ചേമ്പും കപ്പയും ഒറ്റക്കൊന്ന് ഉടച്ചിട്ട് ഇതേപോലെ നല്ല രീതിക്ക് ഉടച്ചെടുക്കുക. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഉടച്ചു കൊടുക്കുക. ഇന്ന് നമുക്ക് സൂതമീനാണ് കേട്ടോ കിട്ടിയത്. ഇത് ഇന്നലെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചതിനും. അപ്പം ഇത് മുറിക്കലൊരു ടാസ്ക്കാണ്. ചെറിയ ചെറിയ മീനൊക്കെ മുറിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര വലിയ മീൻ ഞാൻ ആദ്യമായിട്ടാണ് മുറിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇതുമല്ലൊരു താജ്മഹൽ പണിയും. അങ്ങനെ മീനൊക്കെ ഞാൻ നല്ല അടിപൊളിയായി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലായിരുന്നു കേട്ടോ ഈ മീൻ മുറിച്ചത്. കാരണം ഇത്ര വലിയ മീൻ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഭംഗിയായിട്ട് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു കഥ ഉണ്ട്. മീൻ മുറിച്ച് ലാസ്റ്റ് പീസ് കട്ട് ചെയ്യുമ്പോൾ നമ്മളെ കത്തി അങ്ങോട്ട് പൊട്ടിപ്പോയി. അങ്ങനെ ഒരു ഉപകാരം എന്നെക്കൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഉണ്ടായി. പിന്നെ മീനൊക്കെ നമുക്ക് കറി വെക്കാനുള്ളതൊക്കെ ഒന്ന് മാറ്റി ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചീരച്ചേമ്പിലോണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കണം കേട്ടോ. ഇതിപ്പോൾ ഒരു മാസത്തിലേറെ എങ്ങനെ ഞാൻ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ വ്ളോഗിൻ്റെ അമ്മച്ചി കാണുമ്പോൾ വിചാരിക്കുമ്പോൾ ഇതുവരെ ഇത് ഉപ്പേരി വെച്ചില്ലെന്ന്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ അത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചീച്ചിലൊക്കെ വന്നത്. എന്നോട് ഇത് മറന്നു പോയിട്ടുണ്ടായിരുന്നു കൊണ്ടുവന്നത്. ഇന്ന് രാവിലെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ അതൊന്ന് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. സാധാരണ നമ്മൾ ചേമ്പും കറി വെക്കുമ്പോൾ ഉപ്പേരി ഒന്നും ഉണ്ടാക്കുകയില്ല. പക്ഷെ ഇത് കേടൊന്ന് പോകുന്നതിനെ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ചട്ടി ഞാൻ പുതിയതായിട്ട് വാങ്ങിയാണ് കേട്ടോ. ഇത് മയക്കിയെടുത്തതാണ്. അതിന് ശേഷം ആദ്യമായിട്ട് നമ്മുടെ ചീരച്ചേമ്പ് ഉപ്പേരിയാണ് വെക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ല. പച്ചമുളകും തേങ്ങയും ഒതുക്കിയിട്ട് സാധാരണ നമ്മൾ ചീരയിലൊക്കെ ഉപ്പേരി വെക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ വെക്കുക. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ ചീരച്ചേമ്പിൻ്റെ ഉപ്പേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ മീൻകറിക്ക് വേണ്ടിയിട്ട് കറിവേപ്പില എല്ലാതിനും. അപ്പോൾ നമ്മുടെ മുറ്റത്ത് പോയിട്ട് നല്ല ഫ്രഷായിട്ട് കറിവേപ്പില പറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ കിട്ടുന്നൊരു മനസ്സുഖം ആഹാ എന്താല്ലേ. ഞാനിതിങ്ങനെ കൊമ്പ് പൊട്ടിച്ച ഉമ്മ കാണേണ്ടത് ഉമ്മ നട്ട കറിവേപ്പ് മരമാണ്. പിന്നെ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി എടുത്തപ്പോൾ ചട്ടി പൊട്ടിപ്പോയി. ചട്ടി ഞാനല്ല പൊട്ടിച്ചത്, ഉമ്മയാണ് പൊട്ടിച്ചത്. ഞാൻ കത്തി പൊട്ടിച്ച് ഉമ്മ ചട്ടി പൊട്ടിച്ച്. അപ്പോൾ സെയിമായിരുന്നു. അങ്ങനെ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അലൂമിനിയത്തിൻ്റെ ഒരു ഉരുളിയാണ് കേട്ടോ എടുത്തത്. നമ്മുടെ ചട്ടി ഇനിയുള്ളതൊക്കെ ചെറുതാണ്. ആകണ്ട അതിനൊരു വലിയ ചട്ടിയാണ്, അത് പൊട്ടിപ്പോയി. കറി വെക്കാനുള്ള മീൻ കുറച്ച് അധികം ഉണ്ട്. പിന്നെ സൂതൻ്റെ തലയും വലുതാണ്. അപ്പോൾ നമുക്ക് വലിയ പാത്രം തന്നെ വേണം കറി വെക്കാൻ. പിന്നെ സൂതമീൻ കറി വെക്കുമ്പോൾ ഇതേപോലെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇന്ന് കഴിക്കാനല്ല നാളെ. പിന്നെ അതിലേക്ക് കുടംപുളിയും കൂടി ചേർത്ത് കൊടുത്താൽ ഒരു കുടംപുളീൻ്റെ ടേസ്റ്റും ഒക്കെ കൂടി നല്ല അടിപൊളിയായിരിക്കും. പക്ഷെ നമുക്ക് നിന്ന് കഴിക്കാൻ തന്നെയാണ്. അങ്ങനെ കറിയൊക്കെ ഒന്ന് തിളച്ച് റെഡി വന്നപ്പോൾ മീൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മീൻ ചേർത്ത് കൊടുത്തിട്ടാണ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇറക്കുമ്പോൾ പിന്നെയും കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ. കറിവേപ്പില കൊണ്ടുള്ളൊരു ആർഭാടാണ് എൻ്റെ മീൻ കറിയിലും മീൻ ഫ്രൈ ചെയ്തതിലൊക്കെ. ഇനി നമുക്ക് കുറച്ച് ഉള്ളിമോരും കൂടി ഉണ്ടാക്കിയെടുക്കട്ടോ. അതിന് വേണ്ടിയിട്ട് തേങ്ങയും കുറച്ച് അധികം ചെറിയുള്ളി മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. ഇവിടെ ഉപ്പൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് അതിൻ്റെ സാധനമാണ് ചേമ്പും കറി ഉള്ളിമോരൊക്കെ. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്തു പോവാണ്, ഞാനും ഉമ്മയും കൂടി. ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. നമ്മളിവിടെ ഉമ്മക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഷോൾഡറിന് ചെറിയൊരു വേദന ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. വരുന്ന വഴി നമ്മൾ കടയിൽ കയറിയിട്ട് തൈര് വാങ്ങിട്ടോ. നല്ല നാടൻ മോരുണ്ടാവല്ലോ സാധാരണ. അപ്പോൾ ഇന്നതില്ല. ഇത് നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. രണ്ട് ഭാഗത്തും വയലും നടുവിൽ നല്ല ചളിക്കുളം പോലെയുള്ള റോഡും. ഉമ്മ മഴ പെയ്യുമ്പോഴേക്കും വേഗം പോവുകയാണ് കേട്ടോ. ബാഗിലുള്ള കൂടെ നനയ്ക്കാൻ പറ്റാണ്ടാണ്. ഞാൻ പിന്നെ വൈമലൊക്കെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ മെല്ലെ പോയത്. പിന്നെ നമ്മുടെ മോരൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടോ. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയമായി. പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ നല്ല ചൂടുള്ള ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കും അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നല്ല ചോറെടുത്ത് പിന്നെ അതിലേക്ക് നല്ല നാടൻ ചേമ്പ് കറി ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ചീരച്ചേമ്പിൻ്റെ ഉപ്പേരി ഇട്ടു. പിന്നെ കുറച്ച് ചെമ്മീൻ പൊടീൻ്റെ ചമ്മന്തിയും. ഇത് തേങ്ങ ചേർക്കാണ്ട് ഉണ്ടാക്കിയ ചമ്മന്തിയാണ് കേട്ടോ. ചെമ്മീൻ പൊടിയും ചുവന്നമുളകും ചെറിയുള്ളിയും മാത്രം വെച്ചിട്ടുണ്ടാക്കിയാണ്. പിന്നെ പുളിയും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മീൻ പൊരിച്ചതും നല്ല മീൻ കറിയും നാടൻ മോരൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കഴിച്ചാലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു ലഞ്ച് വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.